ഇക്കാര്യത്തിൽ നമ്മുടെ ചോദ്യം നയത്തിൽ തർക്കമോ എന്നുള്ളതാണ്. അതിൽ വന്ന പ്രതികരണങ്ങളെക്കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. നേരത്തെ നികേഷ് സർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാലയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വിദേശ സർവകലാശാല മലേഷ്യയിലെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയാണ്. യു ജി സിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള പോർട്ടലിലേക്കുള്ള അപേക്ഷ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പോർട്ടൽ ഓപ്പൺ ആയത് നവംബർ ഡിസംബർ ആ ടൈമിലാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഫെബ്രുവരി മാസം 7-ാം തീയതി. അപ്പോൾ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടുത്തെ ഈ നയമാറ്റത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തെലങ്കാനയിൽ ഹൈദരാബാദിലാണ് ഈ ഫസ്റ്റ് ക്യാമ്പസ് വരാൻ പോകുന്നത്. അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ 5-അംഗ കമ്മിറ്റി അനുമതി നൽകണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അതിന്റെ പ്രോസസ് നീങ്ങുന്ന വേളയിലാണ് ഇവിടെ വിദേശ സർവകലാശാലകൾ വരും എന്ന പ്രഖ്യാപനം ബജറ്റിൽ വരികയും അതേ തുടർന്ന് ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതിൽ വിദേശത്ത് നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വിദേശത്തേക്ക് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഒക്കെ എടുത്ത് പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾ വാങ്ങി പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതേ സൗകര്യത്തോടു കൂടിയുള്ള സർവകലാശാലകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വരികയും നമ്മുടെ കേരളത്തിൽ തന്നെ വരികയും ഇവിടെയുള്ള സർ പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് അതിലേക്ക് ആക്സസ് കിട്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ സംവിധാനം മാറുകയാണെങ്കിൽ അത് മികച്ച ഒന്നായിരിക്കും. കാരണം ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കുറച്ച് പേർക്ക് മാത്രമേ അതിനൊക്കെയുള്ള അവസരം കിട്ടുകയുള്ളൂ. ആ അവസരങ്ങളിലേക്ക് എത്തിപ്പെടാനും എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങളുടെ ഒരു വിശാലമായ ഒരു ലോകം തുറക്കുന്നു. അതിനോട് ഇടതുപക്ഷത്തിന്റെ നയം മുമ്പൊന്നായിരുന്നു, ഇപ്പോഴവർ നയം മാറ്റുന്നത് എന്തിനാണ്? ആ വിമർശനങ്ങളൊന്നും നിലനിൽക്കുന്ന ഒന്നല്ല. കാരണം കാലത്തിനനുസരിച്ച് മാറുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിലെ വിപ്ലവത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ഈ AI കോൺക്ലേവ് നടക്കാൻ പോവുകയാണ് ഈ ജൂലൈയിൽ. അതേക്കുറിച്ചും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലത്ത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സർവകലാശാലകൾ വരണോ എന്നുള്ള ആ ചർച്ച തന്നെ ആവശ്യമില്ല. സർവകലാശാലകൾ വരേണ്ടതാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ലോക നിലവാരത്തിലേക്ക് വളരുന്നതിന് അത് സഹായകമാകുമെങ്കിൽ അതിനോട് നമ്മൾ യോജിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM ഈ UGCയുടെ റെഗുലേഷൻ അത് 2023 നടപ്പാകുന്നത്. അപ്പോൾ അന്ന് CPIM ഈ റെഗുലേഷനെ എതിർത്തതാണ്. അതിൽ നിന്ന് ഒരു നയം കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ആശയക്കുഴപ്പം കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പാർട്ടി ഒരു നയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബജറ്റിൽ ആ പ്രഖ്യാപനം വരുന്നു. അതിനോടാണ് മന്ത്രി ആർ ബിന്ദുവിനും വിയോജിപ്പുണ്ടാകാൻ സാധ്യത. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നയമുണ്ട്, നയം മാറിയത് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഈ സ്വകാര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദേശ സർവകലാശാലകൾ വരുന്നതിനോട് എതിർപ്പില്ല എന്നൊരു നയത്തിലേക്ക് പാർട്ടി കാലാനുസൃതമായി തന്നെ എത്തിയതാണ്. അതിൽ ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ആ നിലപാട് അങ്ങനെ മാറുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ചർച്ച ചെയ്യാതെ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ചർച്ച ചെയ്തു. ഇതൊരു ചക്കളത്തിപ്പോരാണ് യഥാർത്ഥത്തിൽ. കാരണം വകുപ്പുമായി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാതെ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണല്ലോ, അത് ബജറ്റിൽ ഒരു പ്രഖ്യാപനമായി ഇടം പിടിക്കുന്നു. അതാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഇന്നത്തെ സൗണ്ട് ബൈറ്റിൽ നിന്നും ഞാൻ വായിച്ചെടുക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന്. അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞാലും അന്തിമ തീരുമാനമായിരിക്കുന്നു. കാരണം ആദ്യ സർവകലാശാല പോർട്ടലിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. രാജ്യത്ത് അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ UGC അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് കേരളത്തിലേക്കും എത്തും. അപ്പോൾ ആ രീതിയിലുള്ള വിദേശ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക് വരുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്തിനാണ്? മന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഈ UGCയുടെ പുതിയ നയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ആദ്യ അപേക്ഷ വരുമ്പോൾ ഒരു കമ്മിറ്റിക്ക് അത് വിടുകയാണ്. 5-അംഗ കമ്മിറ്റിയാണ് ഇതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിനു ശേഷം അതിന് അനുമതി കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുക. തിങ്കളാഴ്ച ഇക്കാര്യം പാർലമെന്റിൽ ലോക്സഭയിൽ ചോദ്യങ്ങളായി വന്നിരുന്നു. ലോക്സഭയിൽ ഈ ചോദ്യമായി വരുമ്പോൾ ഇക്കാര്യത്തിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് MQAയുടെ സർട്ടിഫിക്കേഷനുള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ ലിങ്കൺ യൂണിവേഴ്സിറ്റി, മലേഷ്യയിലെ ലിങ്കൺ യൂണിവേഴ്സിറ്റി അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പോർട്ടലിലേക്ക് കൂടുതൽ ഇതുപോലെയുള്ള അപേക്ഷകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സാധ്യത. ഇനി ഇതിന്റെ ഒരു അഫോർഡബിലിറ്റിയെക്കുറിച്ച് എല്ലാവർക്കും ഇത് പറ്റുന്നതാണോ എന്നൊക്കെ സർ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിന്റെ അഫോർഡബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മെറിറ്റ് ബേസ്ഡും അതുപോലെ തന്നെ നീഡ് ബേസ്ഡും ആയിട്ടുള്ള നമ്മൾ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒക്കെ സീറ്റുകൾ സംവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് സംവരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ഓർ പാർഷ്യൽ മെറിറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീ കൺസെഷൻസ് ഇതിനെല്ലാം വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ഈ സേഫ് ഗാർഡ്സ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഫിലാന്ത്രപ്പിക് റിസോഴ്സസിന്റെ ഒരു മിസ് അപ്രോപ്രിയേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഈ യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായി സേഫ് ഗാർഡ്സ് ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ
ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ റെഗുലേഷൻ ഉണ്ട്. ഈ റെഗുലേഷനൊക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 അതുകൂടി നോക്കിക്കൊണ്ടാണ് ഇതിലേക്കുള്ള ഫണ്ടിങ് പോലും ഏത് തരത്തിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിനൊരു SOP ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ കൃത്യമായി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഇത് വരുന്നത് എന്തുകൊണ്ടും ഈ രീതിയിലുള്ള സ്കോളർഷിപ്സും എല്ലാം ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്നത് അത് അസോസിയേഷനിലൂടെയും ആകാം, നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുമായി അസോസിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതുതായി ഒരു ക്യാമ്പസ്, ഇപ്പോൾ ഹൈദരാബാദിൽ ഫ്രഷ് ക്യാമ്പസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സംവിധാനം വരുമ്പോൾ അതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായി, ഈ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ സ്ഥാപിക്കാൻ അനുമതി നൽകും, അതിനായുള്ള ശ്രമം നടത്തും, അങ്ങനെയാണ് ബജറ്റിലെ പ്രഖ്യാപനം. അപ്പോൾ ഈ CPIMന്റെയും CPIയുടെയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തിയ എതിർപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ നികേഷ് സാറിനോട് യോജിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികളുമായി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനം എത്തുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് ബജറ്റിൽ ഈ നിർദ്ദേശം വന്നിരുന്നതെങ്കിൽ ഈ എതിർപ്പുകൾ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ NEP കുറിച്ച് സാർ പറഞ്ഞു, NEP 2020. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ നവ ഉദാരീകരണ നയങ്ങൾ അത് അതിവേഗത്തിൽ നടപ്പാക്കാനായി സംസ്ഥാന സർക്കാർ ഒരു ചുവടുമാറ്റം നടത്തുന്നു. അങ്ങനെയുള്ള ഒരു അധിക വായന കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPIM പൊളിറ്റ് ബ്യൂറോയുടെ 2023 നിലപാടിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന വിമർശനം ശക്തമാകുന്നത് അതിന്റെ കൂടി ചുവട് പിടിച്ചുകൊണ്ടാണ്. കാരണം NEPയിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻഡും ഇതിലെ സ്റ്റാൻഡും രണ്ടും രണ്ടാണ്, രണ്ട് തരത്തിലാണ് അതിനെ കാണേണ്ടത്. കാരണം NEPയിലേക്ക് കേരളം പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കേരളം ഇതിനകം തന്നെ നിലപാടെടുത്തതാണ്. എങ്ങനെയാണ് NEP 2020 വന്നതിന് ശേഷം കേരളം എടുത്ത നിലപാട് എന്നുള്ളതും ഇപ്പോൾ ഈ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് രണ്ടും രണ്ടായി അത് ഡിസെക്ട് ചെയ്ത് തന്നെ കാണേണ്ടതുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിലെ എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉപരിവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ സൃഷ്ടിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും. PBയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട വാചകങ്ങളിൽ ഒന്നതാണ് വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിക്കഴിഞ്ഞാൽ അത് ഒരു മേൽത്തട്ട് രൂപീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോഴേക്കും സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്സസ് ഇല്ലാതാകുന്നു. പക്ഷേ ഈ റെഗുലേഷൻ നോക്കൂ, റെഗുലേഷനിൽ കൃത്യമായി പറയുന്നുണ്ട് സംവരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ട്യൂഷൻ ഫീയിൽ വരുന്ന കൺസെഷൻസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള മാനദണ്ഡം അവിടെ വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് മെറിറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ നീഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നീഡ് ആകാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സഹായങ്ങളാകാം. അതിനൊക്കെ ആ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ ലിങ്കൺ യൂണിവേഴ്സിറ്റി ആ തരത്തിലുള്ള കൺസെഷൻസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് അവയ്ക്ക് അനുമതി കൊടുക്കുന്നത്. ഈ 5 അംഗ കമ്മിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ ഉയർത്തിവിടുന്ന ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനമില്ല. കേരളത്തിലേക്കും ഇത്തരം ക്യാമ്പസുകൾ വരട്ടെ, കൂടുതൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടട്ടെ. പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുങ്ങട്ടെ. നമ്മൾ AI ഒരു കോൺക്ലേവ് നടത്താൻ തയ്യാറായ ഒരു സംസ്ഥാനമാണെങ്കിൽ ഇതിനെ എന്തിനെതിർക്കണം? Meet the editors.